വനിതാ സംവരണ ബിൽ അങ്ങനെ പാർലമെൻറ്റിൽ പരാജയപ്പെട്ടു. 131 ഭരണഗതി ഭേദഗതി ബിൽ പാസ്സാക്കിയാൽ മാത്രമേ വനിതാ സംവരണ ബില്ലും ഒപ്പം കേന്ദ്ര ഭരണ ഭേദഗതി ബില്ലും പാസ്സാക്കാനാകൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രാത്രി വൈകി വോട്ടിനിട്ടപ്പോൾ ഒരൊറ്റ അംഗം പോലും വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിന്നില്ല. പ്രതിപക്ഷം ഇന്ത്യ സഖ്യത്തിൻ്റെ കീഴിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ഒറ്റക്കെട്ടായി നിന്നാണ് ആ ബില്ലിനെ പരാജയപ്പെടുത്തിയത്. എന്തായാലും ഇത് 3ാം തവണയാണ് NDA സർക്കാർ ഇത്തരമൊരു ഭേദഗതി ബില്ലുമായി വരുന്നത്, ഭരണഘടനാ ഭേദഗതി ബിൽ. ഈ ബില്ലിനെ തകർത്ത് കയ്യിൽ കൊടുത്തതോടെ എന്തായാലും ഇപ്പോൾ നടക്കാൻ പോകുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷത്തിൻ്റെ ഐക്യം ഒന്നുകൂടി ശക്തമാകുന്നു എന്ന ചില ശക്തമായ സൂചനകളാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പല സംസ്ഥാനങ്ങളിലും, കേരളത്തിൽ കഴിഞ്ഞു, ഇനി പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു ഐക്യം അവിടെ ശക്തമായ രീതിയിൽ പ്രതിഫലിക്കും. പശ്ചിമ ബംഗാളിലാണെങ്കിൽ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തോട് എതിർത്ത് നിൽക്കുന്ന ഘട്ടമാണ് തുടക്കം മുതൽ അവസാനം വരെ. അവിടെ കോൺഗ്രസിൻ്റെ പ്രധാന ശത്രു, BJPയുടെയും പ്രധാന ശത്രു മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സാണ്. അപ്പോൾ അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഈ ഐക്യം പശ്ചിമ ബംഗാളിൽ മമതയ്ക്ക് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയണം. പക്ഷേ ഇനി അങ്ങോട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷത്തിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കിണഞ്ഞ് പരിശ്രമിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ ഈ ബില്ല് ഒന്ന് പാസ്സാക്കിയെടുക്കാൻ. ഒരംഗം പോലും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വനിതകൾക്ക് അവർക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം നൽകണമെന്നത് മറ്റൊരു കാര്യമാണ്. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും വനിതകളെയും മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന നമ്മുടെ മുൻകാല നേതാക്കന്മാരുടെ, ദേശീയ നേതാക്കന്മാരുടെ ആഗ്രഹം, അത് സഫലമാക്കിയെടുക്കണമെങ്കിൽ വനിതാ സംവരണ ബിൽ പാസ്സാക്കിയെടുത്തേ പറ്റും. പക്ഷേ അതിൽ ചില ആശങ്കകൾ, കടുത്ത ആശങ്കകൾ പ്രതിപക്ഷത്തിനുണ്ട്. ആ ആശങ്കകൾ പരിഹരിച്ചിട്ട് വേണം ഈ ബിൽ അവതരിപ്പിക്കാൻ. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ, പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത്, പ്രതിപക്ഷത്തെ കൂടി മുഖവിലേക്ക് മാത്രമായിരുന്നു ഈ ബിൽ പാസ്സാക്കി എടുത്തിരുന്നെങ്കിൽ, ഈ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബിൽ പാസ്സാക്കിയത്. ഏറ്റവും കൂടുതൽ നഷ്ടം പക്ഷേ കോൺഗ്രസിനാണ്. കാരണം ഏറ്റവും കൂടുതൽ മുതിർന്ന വനിതാ നേതാക്കളുള്ളതും കോൺഗ്രസ്സിലാണ്. അത് കഴിഞ്ഞ് മാത്രമേ NDAയ്ക്കും മറ്റ് ചെറിയ ഘടകകക്ഷികൾക്കുമൊക്കെ ആ വനിതാ പ്രാതിനിധ്യ അവകാശം അവർക്ക് അവകാശപ്പെടാനാകൂ. 100-ലധികം നേതാക്കളുണ്ട്, മുതിർന്ന നേതാക്കളുണ്ട് പല സംസ്ഥാനങ്ങളിലായി കോൺഗ്രസ്സിന്. അതുകൊണ്ട് തന്നെ നഷ്ടം എന്തായാലും കോൺഗ്രസ്സിലെ വനിതാ നേതാക്കൾക്കാണ്, അത് പറയാതെ വയ്യ. ഇത്തവണയും 2 മുസ്ലിം വനിതാ സ്ഥാനത്തിൽ നിർത്തി, കേരളത്തിൽ മത്സരിക്കാൻ നിർത്തി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗ് പോലും ആവശ്യപ്പെടുന്നുണ്ട് വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന്. എന്തായാലും ഇനിയോ ഈ ബിൽ പാസ്സാക്കണമെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കൂടി ഒത്തൊരുമ വേണം, അവരുടെ കൂടി അനുവാദം വേണം, അവരുടെ കൂടി സമ്മതത്തോടെ മാത്രമേ ഈ ബിൽ പാസ്സാക്കാനാകൂ. കേന്ദ്ര സർക്കാർ എന്തായാലും ആ ഉദ്യമത്തിലേക്ക് ഇനി കുറച്ചു കാലത്തേക്ക് ശ്രമം നടത്തില്ല എന്നാണ് വ്യക്തമായ സൂചനകൾ. എങ്കിലും ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ